ലൈൻ സ്പെക്ട്രം ഞാൻ പറഞ്ഞായിരുന്നു. എത്ര സ്പെക്ട്രം ഉണ്ട് നമുക്ക് പഠിക്കാൻ? എത്ര സ്പെക്ട്രം ഉണ്ട്? 1 2 3 4 5 5 സ്പെക്ട്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അതല്ലാതെ കുറേ സ്പെക്ട്രം ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഓരോ കാര്യങ്ങളും ഈ പടം നിങ്ങൾ വരയ്ക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പടം നിങ്ങൾ നോക്കിയോ, ഈ പടം വരയ്ക്കുക. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എഴുതിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയായിരുന്നു. എന്തോ എവിടം വരെ എഴുതിയെന്നൊന്ന് പറയാമോ മക്കളെ? When an electric discharge is passed through gaseous hydrogen, the hydrogen molecule dissociate and the energetically excited hydrogen atom produced emit electromagnetic radiation of discrete frequency. The hydrogen spectrum consists of several series of lines named after their discoveries, and the first 5 series of lines are Lyman, Balmer, Paschen, bracket, Fund, P. Fund. Among these lines, Balmer series is the only series that are visible. അല്ലേ? അവിടെ വരെ നമ്മൾ എഴുതിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ഹെഡിങ് ആയിട്ട് തന്നെ എഴുതിക്കുക, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് തന്നെ എഴുതിക്കോ. എല്ലാവരും എഴുതുക ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഷെല്ലിനെ ഞാൻ N1 എന്ന് എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇത് വരയ്ക്കുക. ഫസ്റ്റ് ഷെല്ല് N1 ഏറ്റവും താഴെയായിട്ട് വരയ്ക്കാൻ ഞാൻ ഫിഗർ മൊത്തം കഴിഞ്ഞിട്ട് വരയ്ക്കാൻ തുടങ്ങിയാൽ മതി. ഇത് ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് N = 1 ആണ്. N = 1 ആണ്. ഇവിടുത്തെ എനർജി E1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഷെല്ല് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞാൽ നമ്മൾ ഷെല്ലിനെ ഇനി മുതൽ മുറിച്ചാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ല് ഞാൻ ഇവിടെ വെച്ചു, മൂന്നാമത്തെ ഷെല്ല് ഞാൻ ഇവിടെ വെച്ചു, നാലാമത്തെ ഷെല്ലിനെ ഞാൻ ഇവിടെ വെച്ചു, അഞ്ചാമത്തെ ഷെല്ലിനെ ഞാൻ ഇവിടെ വെച്ചു, ആറാമത്തെ ഷെല്ലിനെ ഞാൻ ഇവിടെ വെച്ചു, ഏഴാമത്തെ ഷെല്ലിനെ ഞാൻ ഇവിടെ വെച്ചു, എട്ടാമത്തെ ഷെല്ലിനെ ഞാൻ ഇവിടെ വെച്ചു. ഇനി കുറച്ച് മുകളിലായിട്ട് ഇൻഫിനിറ്റാമത്തെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിനെ ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കിക്കോണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇനി നമ്മൾ ഓരോ ഷെല്ലിൽ നെയിം ചെയ്യാൻ പോവുക. ഈ ഫസ്റ്റ് ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ വാല്യൂ 1 ആയിരിക്കും, ഇതിൻ്റെ 2 ആയിരിക്കും, ഇതിൻ്റെ 3 ആയിരിക്കും, ഇതിൻ്റേത് 4 ആയിരിക്കും, ഇതിൻ്റേത് 5 ആയിരിക്കും, ഇതിൻ്റേത് 6 ആയിരിക്കും, ഇതിൻ്റേത് 7 ആയിരിക്കും, ഇതിൻ്റേത് നമുക്കൊരു കാര്യം 8 ക്യാൻസൽ ചെയ്യാം. 8 ക്യാൻസൽ ചെയ്ത്, കാരണം നമുക്ക് കൺഫ്യൂഷൻ ആണ്, കാരണം 8 മുതലുള്ള നമുക്ക് പഠിക്കാനില്ല. അപ്പം പിന്നെ നേരെ ഇൻഫിനിറ്റി മതി. ഓക്കെ, അപ്പോൾ വേണ്ട ഇങ്ങനെ. ഓക്കെ, N = നമുക്ക് എന്തെന്ന് എഴുതാം? 8 അല്ല, N8 വേണ്ട, N = 8. അവസാനത്തെ എന്ത് എഴുതാം? N = ഇൻഫിനിറ്റി എന്ന് എഴുതാം. ശരിയല്ലേ? N = ഇൻഫിനിറ്റി എന്ന് എഴുതാം. N = ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ? ഇനി എനർജി, ഇതിൻ്റെ എനർജി E1 ആണ്, ഇതിൻ്റെ എനർജി E2 ആണ്, ഇതിൻ്റെ എനർജി E3 ആണ്, ഇതിൻ്റെ എനർജി E4 ആണ്, ഇതിൻ്റെ എനർജി E5 ആണ്, ഇതിൻ്റെ എനർജി E6 ആണ്, ഇതിൻ്റെ എനർജി E7 ആണ്, ഇതിൻ്റെത് E∞. ഓക്കെ, ഇനി നോക്കിയോ, നമ്മൾ ലൈൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എമിഷൻ സ്പെക്ട്ര. ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇന്നലെ പറഞ്ഞായിരുന്നു. ഹൈഡ്രജൻ്റെ ഒരു 3 ഷെല്ല് ഞാൻ വരച്ചു, ഒരു ഇലക്ട്രോൺ ഇവിടെ കൺസിഡർ ചെയ്തു. ഹൈഡ്രജൻ്റെ ദേഹത്തോട്ട് എന്ത് വന്നു വീണു? റേഡിയേഷൻ വന്നു വീണു. ഹൈഡ്രജൻ്റെ ഈ ഇലക്ട്രോൺ റേഡിയേഷനെ കുറച്ച് അബ്സോർബ് ചെയ്തു. ബാക്കിയുള്ളത് ഒരു 4 കളർ ഈ സ്പെക്ട്രോമീറ്റർ നോക്കിയപ്പോൾ ഇവിടെ കാണാൻ പറ്റി. എനർജി അബ്സോർബ് ചെയ്തപ്പോൾ അതിന് അവിടെ ഇരിക്കാൻ പറ്റില്ല, എക്സൈറ്റ് ചെയ്ത് എന്ത് ചെയ്തു? മുകളിലേക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവൻ എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പോൾ ആ അബ്സോർബ് ചെയ്ത എനർജിയെ എന്ത് ചെയ്യുക? റേഡിയേറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ റേഡിയേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് താഴോട്ട് വരും, എക്സൈറ്റഡ് ചെയ്ത് താഴോട്ട് വരിക. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഏതൊരു മോളിക്യൂളിൻ്റെ ഏതൊരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ പഠിക്കാനാണെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? നമുക്ക് എമിഷൻ സ്പെക്ട്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ എവിടേക്കാണ് ഇരിക്കുന്നത്, ഏത് ഭാഗത്തായിരിക്കുന്നത് എന്ന് കൃത്യം കിട്ടും. കാരണം ഇലക്ട്രോൺ ആണല്ലോ ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ നടക്കുന്ന സംഭവം. ഇതിൻ്റെ എമിഷൻ സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? നമ്മൾ ഇവിടുത്തെ കാര്യം പഠിക്കാനായിട്ട് പോവാം. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഫസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ ആയിരിക്കുന്നത്, അത് എക്സൈറ്റ് ചെയ്തപ്പം രണ്ടാമത്തേലോട്ട് പോയെന്ന് വിചാരിക്കുക. വരയ്ക്കല്ലേ? രണ്ടാമത്തേലോട്ട് പോയെന്ന് വിചാരിക്കാം. അപ്പം അത് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടോട്ട് തന്നെ ആയിരിക്കും വരുന്നത്? സെക്കൻഡ്, അതായത് എക്സൈറ്റ് ചെയ്ത് സെക്കൻഡിലോട്ട് പോയി, ഇപ്പം സെക്കൻഡിലായിരിക്കുന്നത്. എക്സൈറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എവിടെ ആയിരിക്കും വരുന്നത്? ഫസ്റ്റിലേക്ക്. അപ്പം തിരിച്ചു വരുമ്പോഴാണല്ലോ എമിഷൻ സ്പെക്ട്രം കാണുന്നത്. അപ്പം ഈ ഇവിടത്തേന് എവിടൂന്നൊക്കെ ഇപ്പം ഞാൻ ഇപ്പോൾ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് മാത്രമേ എക്സൈറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല, കൂടുതൽ എനർജി അബ്സോർബ് ചെയ്താൽ ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ ഇതിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും വരാം. ഇപ്പൊ തിരിച്ച് ചാടുമ്പോൾ എവിടെ നിന്നൊക്കെ ചാടാൻ പറ്റും? ഇൻഫിനിറ്റിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഫിനിറ്റിന്ന് അവന് വേണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് ചാടാം.
അവൻ അബ്സോർബ് ചെയ്തിട്ട് ഇൻഫിനിറ്റി വരെ പോയെങ്കിൽ രണ്ടാമത് എവിടെ നിന്ന് ചാടാം? ആ 7ൽ നിന്ന് 7ാമത്തെ ഷെല്ലിൽ നിന്ന് എക്സൈറ്റ് ചെയ്തിട്ട് 7ാമത്തെ ഷെല്ലിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചെന്ത് ചെയ്യാം? ഫസ്റ്റിലേക്ക് ജമ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, എക്സൈറ്റ് ചെയ്ത് 6ാമത്തേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എവിടോട്ട് തന്നെ എക്സൈറ്റഡ് നിന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി എന്ത് ചെയ്യണം? അവിടെ നിന്ന് തിരിച്ച് ജമ്പ് ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? അതേപോലെ തന്നെ 5ൽ നിന്നും ചാടാം, അതേപോലെ തന്നെ 4ൽ നിന്നും ചാടാം, അതേപോലെ തന്നെ 3ൽ നിന്നും ചാടാം, 5 4ൽ നിന്നും ചാടാം, 3ൽ നിന്നും ചാടാം, 3ൽ നിന്നും ചാടാം, 2ൽ നിന്നും ചാടാം. ശരിയല്ലേ? 2ൽ നിന്നും ചാടാം. ആണോ കുഞ്ഞുങ്ങളെ? ആണ് അല്ലേ? അപ്പം തിരിച്ച് ഇതാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഭാഗത്ത്, അതായത് ഏതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയാലും തിരിച്ച് ചാടുന്നത് 1ാമത്തേതിലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്പെക്ട്രത്തെ ആ ഭാഗത്തുണ്ടാകുന്ന സ്പെക്ട്രത്തെ നിങ്ങൾക്ക് ലൈമൻ സീരീസ് എന്ന് പറയാൻ പറ്റും. ലൈമൻ സീരീസ്. അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഫസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ കുറച്ച് എനർജി അബ്സോർബ് ചെയ്തു. അതിന് എവിടെയൊക്കെ പോകാം? സെക്കൻഡ് ഷെല്ലിൽ പോകാം, തേർഡ് ഷെല്ലിൽ പോകാം, ഫോർത്ത് ഷെല്ലിൽ പോകാം, ഫിഫ്ത്ത് ഷെല്ലിൽ പോകാം. അങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫിനിറ്റി വരെ വേണമെങ്കിൽ പോകാം. തിരിച്ചത് എന്ത് ചെയ്യും? ഫസ്റ്റിലേക്ക് തന്നെയാണ് ചാടുന്നതെങ്കിൽ, ഏത് ഷെല്ലിൽ പോയാലും തിരിച്ച് ഫസ്റ്റ് ഷെല്ലിലേക്കാണ് ചാടുന്നതെങ്കിൽ അവർ കുറെ റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ടായിരിക്കും ചാടുന്നത്. ആ റേഡിയേഷനെയാണ്, അതായത് ഏത് ഷെല്ലിൽ പോയാലും തിരിച്ച് ഫസ്റ്റിലേക്ക് ചാടുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നിങ്ങൾക്ക് ലൈമാൻ സീരീസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ 2ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ എവിടെയൊക്കെ ചാടാം? എവിടെ എക്സൈറ്റ് ചെയ്ത് എവിടെയൊക്കെ പോകാം? ഇവിടെ പോവാം, ഇവിടെ പോവാം, ഇവിടെ പോവാം, ഇവിടെ പോവാം, ഇവിടെ പോവാം. ഇനി ഇൻഫിനിറ്റി വേണം പോകാൻ. അപ്പോൾ അതിന് എന്താണ്, എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ട് തിരിച്ചു വരണമെങ്കിൽ എവിടെ നിന്ന് വരാം? എവിടെ നിന്നൊക്കെ വരാം? ഇൻഫിനിറ്റിന്ന് വരാം. വരാമോ? ഇൻഫിനിറ്റിന്ന് എവിടോട്ട് വരാം? 2ലേക്ക് വരാം. ഇവിടെ നിന്ന് വരാം ഇല്ലേ? ഇവിടെ നിന്ന് വരാം. അല്ലെങ്കിൽ ഈ ഷെല്ലോട്ടാ പോയെങ്കിൽ ആ ഷെല്ലിൽ നിന്ന് തിരിച്ചു ചാടാം. ഈ ഷെല്ലിനാ പോയെങ്കിൽ ഈ ഷെല്ലിൽ നിന്ന് തിരിച്ചു ചാടാം. ഈ ഷെല്ലിൽ നിന്നാ പോയെങ്കിൽ ഈ ഷെല്ലിൽ നിന്ന് തിരിച്ചു ചാടാം. ഈ ഷെല്ലിൽ നിന്നാണെങ്കിൽ ഈ ഷെല്ലിൽ നിന്ന് തിരിച്ചു ചാടാം ഇല്ലേ? അപ്പം നോക്കിയോ, അങ്ങനെയാണെങ്കിൽ അത് ജമ്പ് ചെയ്യുന്നത് സെക്കൻഡ് ഷെല്ലിലോട്ടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പെക്ട്രൽ ലൈനിനെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? ബാൾമർ എന്ന് വിളിക്കും. ഇതിനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇതേ ശരിക്കും പറഞ്ഞാൽ വിസിബിൾ സ്പെക്ട്രത്തിനകത്ത് പെടത്തുള്ളൂ. ഓക്കെ, അതിനെ നിങ്ങൾ ബാൾമർ സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി 3ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് എനർജി അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? അത് 4ാമത്തേലോട്ട് പോവാം, 5ാമത്തേലോട്ട് പോവാം, 6ാമത്തേലോട്ട് പോവാം, 7ാമത്തേലോട്ട് പോവാം, മണ്ടയ്ക്കോട്ടുള്ള എത്രത്തിലോട്ട് വേണേലും പോവാം ഇല്ലേ? അപ്പോൾ അത് തിരിച്ച് ജമ്പ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ജമ്പ് ചെയ്യും? ഇൻഫിനിറ്റിന്ന് ജമ്പ് ചെയ്യാം. അതിന്റെ തൊട്ട് താഴത്തുള്ള ഏതിലോട്ടാണോ പോയത്? 8, 7, 9, 10 ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? താഴ്ത്തി ജമ്പ്. എതിന്ന് ജമ്പ് ചെയ്താലും എവിടോട്ടേ ജമ്പ് ചെയ്യത്തുള്ളൂ? 3ലോട്ടേ ജമ്പ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ജമ്പ് ചെയ്യുമ്പം അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നിങ്ങൾ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ലൈമൻ ബാൾമർ. ഇത് വരച്ചായിരിക്കും 3ാമത്തേലേക്കാണ് ചാടുന്നത്. ശരിയല്ലേ? 3ാമത്തേലേക്കാണ് ചാടുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വിളിച്ചു ഞാൻ. ഓക്കെ, 3ാമത്തേലോട്ടാണ് ചാടുന്നത്. നോക്കിയേ, ഇവിടെ ഇങ്ങനെയാണ് ചാടുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ന് വിളിക്കും ലൈമൻ ബാൾമർ പാസ്റ്റൻ എന്ന് വിളിക്കും. ഇനി നിങ്ങൾ 4ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അത് 5ലോട്ട് പോകും, 6ലോട്ട് പോകും, 7ലോട്ട് പോകും, 8ലോട്ട് പോകും, മുകളിലോട്ട് ഇൻഫിനിറ്റി വരെ പോകും. തിരിച്ച് ചാടുമ്പം അതിന്റെ എമിഷൻ സ്പെക്ട്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തിരിച്ച് ചാടുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചാടാം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചാടാം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചാടാം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചാടാം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചാടാം. ശരിയല്ലേ? ഓക്കെ, അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എമിഷൻ സ്പെക്ട്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ലൈമൻ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ബ്രാക്കറ്റ്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് 5ാമത്തെ ഷെല്ലുള്ള ഇലക്ട്രോൺ ആണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചത് എവിടോട്ട് തന്നെ വരും? എവിടെ പോയാലും 5ലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്പെക്ട്രത്തിനെ എന്ത് വിളിക്കുന്ന അറിയാമോ? പി ഫണ്ട് എന്ന് വിളിക്കും. ഇനി മുകളിലോട്ടുണ്ട് ഓരോന്ന് 6ാമത്തെ 7ാമത്തെ ഒക്കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അവിടോട്ട് തന്നെ വരുമ്പോൾ പുതിയ സ്പെക്ട്രൽ ലൈൻ കാണാം. ഇത് പി ഫണ്ട് എന്ന് പറയും. ഇത് ഓരോ സയന്റിസ്റ്റുകൾ ഇപ്പൊ ലൈമൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇത് കണ്ടുപിടിച്ചുകൊണ്ട് പുള്ളിയുടെ പേരിൽ ഇത് അറിയപ്പെട്ടു. ബാൾമർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇത് കണ്ടുപിടിച്ചുകൊണ്ട് പുള്ളിയുടെ പേരിൽ അറിയപ്പെട്ടു. പാസ്റ്റൻ ഇത് പലരും പല ടൈമിലായിട്ടാണ് കണ്ടുപിടിച്ചത്. മനസ്സിലായി? അതിനെ എല്ലാം ക്രോഡീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സ്പെക്ട്രൽ ലൈൻ ഓഫ് ഹൈഡ്രജൻ പഠിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പഠിക്കുക. ഇത് വരച്ചോളൂ, ചെറുതാക്കി തന്നെ വരച്ചോളൂ.
ആര്യലക്ഷ്മി കേൾക്കാമോ? ആര്യലക്ഷ്മി കേൾക്കാമോ? കേക്കാം. ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ആര്യലക്ഷ്മി. ഒന്നുകൂടെ പറയാമോ? കേക്കാം. ഓക്കെ. ആര്യലക്ഷ്മി ഒരു പേജ് വിട്ടിട്ട് എഴുതണം. ഒരു പേജിൽ ഒരു 1.5 പേജ് വിട്ടിട്ട്, നമ്മൾ ഇന്നലെ എഴുതിയതിൽ 1.5 പേജ് വിട്ടിട്ട് അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് എഴുതിക്കുന്നുണ്ട്, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. എന്നിട്ട് ഈ പടം വരച്ചോ. പെട്ടെന്ന് വരയ്ക്കണേ, എല്ലാവരും പെട്ടെന്ന് വരയ്ക്കണേ. ജ്യോതിസ് വരച്ചായിരുന്നോ? ജ്യോതിസ് വരച്ചു. സൂര്യഗായത്രി വരച്ചായിരുന്നോ? സൂര്യഗായത്രി വരച്ചു സാർ. അലന്, അർജുന്, ക്രിസിൻ, അനഘ വരച്ചു സാർ. ഓക്കെ. ശരി. ആര്യലക്ഷ്മി കഴിഞ്ഞായിരുന്നോ? വരച്ചു. ഓക്കെ. ഇനി എഴുതേണ്ടത്, ഇത് താഴോട്ട് എഴുതേണ്ടത് ജോഹാൻസ് റിഡ്ബർഗ് എഴുതിക്കോ. താഴോട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ജോഹാൻസ് റിഡ്ബർഗ് proposed an equation for finding the wave number of the different lines in hydrogen spectrum. അതായത് നമുക്കറിയാം എല്ലാ റേഡിയേഷൻസും എങ്ങനെയാണ് വെളിയിലോട്ട് പോകുന്നത്? വേവ്സ് ആയിട്ടാണ് പോകുന്നത്. വേവ്സിന് നമുക്കറിയാം, ഒരു വേവിന് എന്തുണ്ട്? ഇത് വരയ്ക്കേണ്ട, ഞാൻ ജസ്റ്റ് പറയാണ്. ഒരു വേവിന് എന്തുണ്ട്? അതായത് ഫ്രീക്വൻസി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്, വേവ് നമ്പറും ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവിന്റെ ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അങ്ങനെ വേണേൽ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളതാണ് ഇതിന്റെ വേവ് ലെങ്ത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാക്കി, അതാണ് അതിന്റെ ഫ്രീക്വൻസി. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു യൂണിറ്റ് ലെങ്തിലൂടെ എത്ര വേവ്സ് കടന്നു പോകുന്നുണ്ട്, അതാണ് എന്ത്? അതിന്റെ വേവ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? അതായത് ഒരു ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലിലുണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് എന്താണ് അതിലോട്ട് ലൈറ്റ് വന്ന് വീണപ്പോൾ അതെന്ത് ചെയ്തു? അത് എക്സൈറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എനർജി ലെവലിലേക്ക് പോയി. തിരിച്ച് ജമ്പ് ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു? അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്തു? എമിറ്റ് ചെയ്തു, ഇല്ലേ? ആ എമിറ്റ് ചെയ്ത റേഡിയേഷൻ വേവ് ആയിട്ടാണല്ലോ വരുന്നത്. ആ വേവിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ, അതായത് ഒരു
യൂണിറ്റ് ലെങ്തിൽ എത്ര വേവ്സ് കടന്നു പോകുന്നുണ്ട്. ഇപ്പം ലൈമാൻ സീരീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേവിന്റെ വേവ് നമ്പർ ആയിരിക്കില്ല ബാൾമറിന് ഉണ്ടാകുന്നത്. ബാൾമറിന് ഉണ്ടാകുന്ന വേവിന്റെ വേവ് നമ്പർ ആയിരിക്കത്തില്ല ബ്രാക്കറ്റിനും പാസ്റ്റിനും ഫണ്ടിനും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് പി ഫണ്ട് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ഫണ്ട് എന്നാണ് പറയുക. ഓക്കെ, പി സൈലന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഈ റിഡ്ബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നിങ്ങൾ പ്രസത്തിനകത്തൂടെ പാസ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് കാണാൻ പറ്റുന്നത്. ആ വേവ്സിനെ, അതായത് അവിടോട്ട് വരുന്ന ആ വേവ്സിനെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ആ വേവിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പുള്ളി തന്നു. അപ്പോൾ ആ വേവ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ബാർ എന്നാണ്. മ്യൂ ഇട്ടിട്ട് മ്യൂ ബാർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, 10967 into 1/n1 square minus 1/n2 square. അത്രയും സെന്റിമീറ്റർ റൈസ് ടു -1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. കാരണം വേവ് നമ്പറിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ റൈസ് ടു -1 ആണ്. ഓക്കെ, ഇനി വേവ് നമ്പറിനെ വേണമെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ആയിട്ട് എഴുതാം. വേവ് നമ്പർ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. ഇത് രണ്ടും എഴുതിയിട്ട് ഒരു ചില്ലിങ് കൂട്ടിനകത്താക്കി വെച്ച് ഇനി n1ഉം n2 എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഇത് ഈ ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് n1ഉം n2 എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. n1 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? n1 എന്ന് പറയുമ്പോൾ എനർജി ലെവൽ, അതായത് എനർജി ലെവൽ ടു വിച്ച് ഇലക്ട്രോൺ ജമ്പ്, അതായത് എവിടോട്ടാണോ ചാടുന്നത്. n2 എന്ന് പറയുമ്പോൾ എന്താ, എവിടെ നിന്നാണോ ചാടുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എമിഷൻ സ്പെക്ട്രം ആണ് നോക്കുന്നത്. എമിഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എന്താ, താഴേന്ന് മുകളിലോട്ട് പോകുന്ന കാര്യമല്ല നോക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന കാര്യമാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് 2 ഷെല്ലാണ്, ഇത് 3 ഷെല്ലാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇവിടെ പോകുന്നു, അതല്ല നോക്കുന്നത്. എമിഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടെയുള്ള ഇലക്ട്രോൺ തിരിച്ച് താഴെ വരുമ്പോൾ ഉള്ള കേസാണ് നോക്കുന്നത്. അപ്പോൾ ഇത് n1ഉം ഇത് എന്തായിട്ടാ, ഇത് n2 ആയിട്ട് വേണം എടുക്കാൻ. എപ്പോഴും അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം എഴുതണം. n1 എന്ന് പറഞ്ഞാൽ എന്താ, n1 എന്ന് പറയുമ്പോഴത്തേക്കും എനർജി ലെവൽ ടു വിച്ച് ഇലക്ട്രോൺ ജമ്പ്, എനർജി ലെവൽ ടു വിച്ച് ഇലക്ട്രോൺ ജമ്പ്. അതേപോലെ തന്നെ n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവൽ ഫ്രം വിച്ച് ഇലക്ട്രോൺ ജമ്പ്. ഇനിയും ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നേന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ഓക്കെ, ഇതും കൂടെ എഴുതിക്കോ. എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ഇതും കൂടെ അങ്ങ് എഴുതിക്കോ. ചോദിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഞാനങ്ങ് തരികയാണ്. അതായത് മുകളിലത്തെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നേന്നുള്ളതാണ്. എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ജസ്റ്റ് ഞാൻ ഒരു 2 എനർജി ലെവൽ വരയ്ക്കുകയാണ്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇതിൻ്റെ എനർജി E1, ഇതിൻ്റെ എനർജി E2. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിന് മണ്ടക്കോട്ട് എന്ത് വന്ന് വീണു? E = h ന്യൂ എന്ന് പറയുന്ന എനർജിയിലുള്ള റേഡിയേഷൻ വന്ന് വീണു. ഉറപ്പായിട്ടും ഇത് എക്സൈറ്റ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര എനർജിയാണ് ഇവൻ അബ്സോർബ് ചെയ്തത്? ഇവിടെ ഇപ്പം ഒരു 100 ജൂൾ എനർജി. E1 എന്ന് പറയുമ്പോൾ 100 ജൂളാണ്. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 ജൂളാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്ര എനർജി അബ്സോർബ് ചെയ്തു? 100. കാരണം ഓൾറെഡി ഇവന്റെ എനർജി 100 ഉണ്ട്. ഈ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി 100 ആയതുകൊണ്ട് 100 200 ആയിട്ട് അവൻ എന്ത് ചെയ്തു? 200 ലെവലുള്ള അടുത്ത ഷെല്ലിലേക്ക് ചാടി. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ഡെൽറ്റ ഇ എത്രയാണ് അബ്സോർബ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫൈനൽ
മൈനസ് ഇ ഇനിഷ്യൽ ചെയ്താൽ മതി, ശരിയല്ലേ? ഈ ഫൈനൽ ഈ ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ E2 മൈനസ് E1 എന്ന് കൊടുത്താൽ മതി എന്നർത്ഥം, ശരിയല്ലേ? ആണ്. ഈ ഫൈനൽ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഇപ്പോഴും ആലോചിക്കണം. എനർജി കണ്ടുപിടിക്കാൻ നെഗറ്റീവ് RH ഡിവൈഡഡ് ബൈ NF സ്ക്വയർ എന്ന് എഴുതാം. അതായത് NF എന്ന് പറയുമ്പോൾ ഫൈനൽ എന്നുള്ള ഉദ്ദേശമാണ്. ഈ RH എന്ന് പറയുമ്പോൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. എനർജി കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. നമ്മൾ ഇതാരാ കണ്ടുപിടിച്ചത്? ജോഹാൻ റിഡ്ബർഗ് എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചത്. അപ്പോൾ പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ അവിടെ കൊണ്ടുവരാതെ പുള്ളി ഇത് ചെയ്യത്തില്ല, മനസ്സിലായി? അപ്പോൾ പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ കോൺസ്റ്റന്റ് വെച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഇത് കണ്ടുപിടിച്ചു, എനർജിയുടെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അതേപോലെ അടുത്ത ഷെല്ലിൻ്റെ എനർജി എന്താ? ഇനിഷ്യൽ. അതിൻ്റെ കണ്ടുപിടിക്കാനുള്ളതും ഇക്വേഷൻ എന്ത് തന്നെയാണ്? നെഗറ്റീവ് RH ഡിവൈഡ് ബൈ എന്താ? NI സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ എന്ത് ചെയ്യാം? ഇവനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നെഗറ്റീവ് RH ഡിവൈഡഡ് ബൈ NF സ്ക്വയർ പ്ലസ് എന്താണ്? RH ഡിവൈഡഡ് ബൈ NI സ്ക്വയർ ആണ്, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പ്ലസ് ആയതുകൊണ്ട് ഇവനെ ആദ്യം എഴുതാം, ഇവനെ രണ്ടാമത് എഴുതാം. ഇങ്ങനെ എഴുതാം, RH ഡിവൈഡഡ് ബൈ NI സ്ക്വയർ മൈനസ് RH ഡിവൈഡഡ് ബൈ NF സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇത് ഡെൽറ്റ ഇ ആയിട്ടേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് RH അങ്ങ് കോമൺ എടുക്കാമേ. RH അങ്ങ് കോമൺ എടുക്കാം, നോക്കിക്കോളൂ. RH ഞാൻ കോമൺ എടുക്കുമ്പോൾ ഡെൽറ്റ ഇ ഈസിക്വൽ ടു RH കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് RH ഈ എനർജീനെ നമുക്ക് ഈ അബ്സോർബ് ചെയ്ത എനർജി അല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ ഈ അബ്സോർബ് ചെയ്ത എനർജിയാണ് ഇവിടുത്തെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം? HNU എന്ന് കൊടുക്കത്തില്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഞാൻ ഡെൽറ്റ ഇനെ ഞാൻ HNU എന്ന് കൊടുക്കാൻ പോവാണ്. അതായത് വി ഹാവ് എന്താണ്? ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ HNU ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ HNU കൊടുത്തു കഴിഞ്ഞാൽ HNU ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു? RH ഇൻറ്റു 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ എന്ന് വരുന്നു, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എച്ചിനെ താഴെ കൊണ്ടിരുന്നു. RH ഡിവൈഡ് ബൈ എന്താ? H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു 1 എന്താണ്? NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ എന്ന് വരുന്നു, ആണല്ലോ? ഇനി ഇതിനെ ഞാൻ RH ഒരു വാല്യൂ ഉണ്ട്, പുള്ളിയുടെ കോൺസ്റ്റന്റ് ആണ്, റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിനൊരു വാല്യൂ ഉണ്ട്, അത് എത്രയാണെന്നറിയോ? 2.18 ഇൻറ്റു 10⁻18 ആണ്. ഡിവൈഡഡ് ബൈ H ഇൻറ്റു എന്താണ്? 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, ഇനി എച്ചിന് വാല്യൂ ഉണ്ട്, എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, 2.18 ഇൻറ്റു 10⁻18 ഡിവൈഡഡ് ബൈ 6.626 ഇൻറ്റു 10⁻34 ഇൻറ്റു എന്താണ്? 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ അല്ലേ? ഇനി ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നതെന്ന് അറിയാമോ? അതായത് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നോക്കിയോ, ന്യൂ ഈസിക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3.29 ഇൻറ്റു 10⁻15 എന്ന് കിട്ടും, ഇൻറ്റു 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ വേവ് ലെങ്തുമായിട്ട് നമുക്ക് എന്തോ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് എന്തോ ആ ഇക്വേഷൻ കണ്ടുപിടിച്ചേ? വേവ് നമ്പറാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസിനെ വേവ് നമ്പർ ആക്കി മാറ്റണം. അപ്പം ഇപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയിട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, ലാംഡ ഈസിക്വൽ ടു എന്താ? C/ന്യൂ ആണ്. അവിടുന്ന് ന്യൂ ഈസിക്വൽ ടു എന്താ? C/λ എന്ന് എഴുതാം, ആണോ? എഴുതാവോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? C/λ എന്ന് കൊടുക്കാം. C/λ ഈസിക്വൽ ടു 3.29 ഇൻറ്റു 10⁻15 ഇൻറ്റു 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ എന്ന് വരുന്നു. ഇനി ഈ സിയുടെ വാല്യൂ നമുക്കറിയാം, എത്രയാ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, 3 ഇൻറ്റു 10⁻8 ആണ്. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/λ ഈസിക്വൽ ടു എന്താണ്? 3.29 ഇൻറ്റു 10⁻15 ഡിവൈഡ് ബൈ സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻8 എന്ന് വരും, ഇൻറ്റു 1/NI സ്ക്വയർ മൈനസ് 1/NF സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും സിമ്പിളായിട്ട് നമുക്ക് 1/λ തന്നെയാണ് വേവ് നമ്പർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വേവ് നമ്പറിനെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? 1/λ എന്ന് എഴുതാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ന്യൂ ബാർ ഈസിക്വൽ ടു ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നത്? 109,677 കിട്ടുന്നത്, ഇൻറ്റു എന്താണ്? 1/NI സ്ക്വയർ മൈനസ് NF. ഇനിഷ്യൽ എവിടെ നിന്നാണോ ചാടിയത്? ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ എവിടേക്കാണോ ചാടിയത്? ഫൈനൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത്, മനസ്സിലായി? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്, ന്യൂ ബാർ ഈസിക്വൽ 109,677 ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2.
ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പല സ്കൂളിലും ബോർഡ് എക്സാം ഫൈനൽ എക്സാമിന് ജസ്റ്റ് ഈ ഡെറിവേഷൻ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല 2-3 വർഷം മുമ്പ്. ഇപ്പോൾ ചോദിക്കാറില്ല. ജസ്റ്റ് ഞാൻ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാമേ. ആവശ്യമുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ എഴുതിയെടുത്തോ, പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത് എഴുതിയെടുത്തോ, ഞാൻ ചെറുതാക്കി തരാം. ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണേ, ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബാക്കി മുകളിലോട്ടാണ് കാണിക്കാം. എഴുതിക്കും, ഇവിടം തൊട്ട് എഴുതിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കണേ. ഇവിടെ ഇത്രയും ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് മീറ്ററിലാണ് വരുന്നത്, മീറ്റർ/-1. അത് കഴിഞ്ഞ് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റാണ് വരുന്നത്. ഇത് 1.09677 × 10⁻⁷ എന്നാണ് വരുന്നത്. അതിനെല്ലാം കൺവേർട്ട് ചെയ്ത് മീറ്ററിനെ സെന്റിമീറ്ററിലാക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്, സെന്റിമീറ്റർ വെച്ച്. അതോടെ ഒന്ന് ആലോചിച്ചു. ആര്യലക്ഷ്മിക്ക് കത്തുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം ഇടയ്ക്ക് ഇന്ന് രാവിലത്തെ ക്ലാസ്സൊക്കെ കുറച്ച് മിസ്സായി. പിന്നെ അതേപോലെ ഇന്നിപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടല്ലേ കയറിയത്. കുഴപ്പമില്ല, റെഡിയാക്കി തരാം കേട്ടോ. ആര്യലക്ഷ്മി ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുടെ കിളി പോകുന്നു 100% ഉറപ്പാ. എഴുതാത്തവരെ എവിടാണ് എഴുതാനുള്ളതെന്നുള്ള കാര്യം പറയണേ. നീ എഴുതിയോ? ഇവിടം വരെ എന്നെ ഇതുണ്ട്, എഴുതിക്കോ. മുകളിലോട്ടോ? ഓക്കെ ആണോ? ഓക്കെ. താഴെയിടണം.
ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, നോക്കിക്കോളൂ. എഴുതിയെടുത്തെങ്കിൽ പറഞ്ഞാൽ മതി, എഴുതിയെടുത്തില്ലെങ്കിൽ എഴുതിയെടുത്തോ, പറയണം, എഴുതാതിരിക്കല്. ഇവിടെ ഈ N1 ഉം N2 അല്ലെങ്കിൽ NIയും NFും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. N1 ഉം N2 ഉം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. N ഇനിഷ്യലും N ഫൈനലുമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. What are the frequency and wavelength of a photon emitted during a transition from n is equal to 5 to n is equal to 2 in hydrogen. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ N1 എന്താണ്, N2 എന്താണ്? അതായത് ഇവിടെ പറയുന്നത് ഫോട്ടോൺ എമിറ്റഡ് ഡ്യൂറിങ് എ ട്രാൻസിഷൻ ഫ്രം അഞ്ചാമത്തേതിൽ നിന്ന് രണ്ടാമത്തേലോട്ട് ചാടുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനീഷ്യലും ഫൈനലും വെച്ചാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാം. അതായത് നോക്കിക്കോ, ഇത് n ഈസ് ഈക്വൽ ടു 2, ഇത് n ഈസ് ഈക്വൽ ടു 5. അപ്പം ഇവിടും ഇങ്ങോട്ടുള്ളതാണ് നോക്കുന്നത്. പക്ഷേ മറ്റേ നോക്കുവാണെങ്കിലോ N1 എന്ന് പറഞ്ഞ ഇതായിരിക്കും, N2 എന്ന് പറഞ്ഞ ഇതായിരിക്കും. ഇങ്ങനെ വേണം. N1 ഉം N2 നോക്കുമ്പോൾ N1 ഇതും N2 ഇതും തെറ്റിപ്പോലെ. അപ്പം നമുക്ക് അത് നോക്കാം. അത് അങ്ങനെ പഠിക്കേണ്ട, ഇനീഷ്യലും ഫൈനലും വെച്ച് പഠിച്ചാൽ മതി. ഇത് എന്താണ്, എവിടെ നിന്ന് എങ്ങോട്ടാണ് ചാടുന്നത്? 5ൽ നിന്ന് എന്തിലോട്ടാണ് ചാടുന്നത്? 2ലോട്ടാണ് ചാടുന്നത്. അപ്പം ഇവിടുത്തെ ഇനിഷ്യൽ എന്തായിട്ട് കൊടുക്കണം? n ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 5ആയിട്ട് കൊടുക്കണം. n ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ടാണോ ചാടുന്നത്? 2ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇനിഷ്യലും ഫൈനലും എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി കേട്ടോ, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു, ഫ്രീക്വൻസി ഡിക്വേഷൻ എന്തായിരുന്നു? ഫ്രീക്വൻസി, അത് വേവ് നമ്പർ അല്ല, ഫ്രീക്വൻസി ഡിക്വേഷൻ എന്തായിരുന്നു? ഫ്രീക്വൻസിയെ പിന്നെ സിയിലോട്ട് മാറ്റിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇപ്പോൾ ഫ്രീക്വൻസി ഡിക്വേഷൻ 3.29 × 10⁻15 ഇൻറ്റു 1/ni² മൈനസ് 1/, ഫൈനൽ അല്ല, അതിനിടയ്ക്ക് ഫോം ചെയ്തൊരു ഇക്വേഷൻ nf². അപ്പം ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം 3.29 × 10⁻15 ഇൻറ്റു 1/5² മൈനസ് 1/2² എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 3.29 × 10⁻15 ഇൻറ്റു 1/25 മൈനസ് 1/4 എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്കിവിടെ LCM എടുക്കാം. 3.29 × 10⁻15 ഇൻറ്റു 4 - 25/100 എന്ന് എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഇതിങ്ങോട്ടും ക്രോസ് ചെയ്തു അങ്ങനെ. അപ്പം ഇവിടെ നമുക്ക് 100 എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുക? ആൻസർ 6.91 × 10⁻14 ഹെർട്സ് ആണ് ആൻസർ. അത് ചെയ്യുമ്പോൾ അത് കിട്ടും, ചെയ്ത് നോക്കുക. വേവ് ലെങ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ c/ν ചെയ്താൽ മതി അല്ലേ? c എന്ന് പറയുമ്പോൾ 3 × 10⁻8 ആണ്. ന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് 6.9 × 10⁻14 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 434 നാനോമീറ്റർ എന്ന് കിട്ടും. 434 നാനോമീറ്റർ എന്ന് കിട്ടും.
നാനോമീറ്റർ എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. 3 അല്ലേ, 3 ഓക്കെ. നോക്കി, ഈ നാനോമീറ്റർ എങ്ങനെ വന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് നമുക്കറിയാം 3 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ ചെയ്യുന്നത്, 3 ഡിവൈഡ് ബൈ 6.9 ഇൻറ്റു 10⁸ ഇൻറ്റു 10⁻⁻14 ആക്കാം. ഈ 14 മണ്ടയ്ക്ക് കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് 3/6.9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.434 എന്നാണ് കിട്ടുന്നത്. 434 എന്ന് എഴുതാം. ഇൻറ്റു 10 നമുക്ക് എന്ത് ചെയ്യണം? 8 - 14. 8 - 14 എന്ന് പറയുമ്പോൾ എത്രയാണ്? -6 ആണ് അല്ലേ? നമുക്കിത് 434 ആക്കണമെങ്കിൽ 3 പോയിന്റ് ഇങ്ങോട്ട് പോകും. 3 പോയിന്റ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും? 3 പോയിന്റ് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താവും? നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം, അല്ല ഇൻറ്റു 1000 ചെയ്യണം. താഴെ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. ശരിയല്ലേ? അപ്പം 3 പോയിന്റ് റൈറ്റിലോട്ട് മാക്കാം. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 434.1 ഇൻറ്റു 10⁻⁻6 എന്നാവും. താഴത്തെ 10⁻³ മോളിൽ വരുമ്പോൾ 10⁻³ എന്നാവും. അങ്ങനെ നമുക്ക് 434.1 ഇൻറ്റു 10⁻⁻9 കിട്ടും. 10⁻⁻9 നാനോമീറ്റർ ആയിരിക്കും. അതായത് 1 ഇൻറ്റു 10⁻⁻9 മീറ്ററിനെയാണ് 1 നാനോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ഓൾറെഡി 434 എന്ന് മതി. ഇൻറ്റു 10⁻⁹ മീറ്റർ എന്നാണ് കിട്ടിയത്. അതിനെ നാനോമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10⁻⁹ നാനോമീറ്റർ ആണ്. അപ്പോൾ സിംപ്ലി നമുക്ക് നാനോമീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണോ നാനോമീറ്റർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ചോ. ഏതാ, മുകളിലോട്ടാണോ? ഇവിടാണോ? ക്വസ്റ്റ്യൻ മുതലാണോ അതോ ആൻസർ തൊട്ട്? ഇവിടം തൊട്ട്, ഇവിടം തൊട്ട്. സാറേ, ഈ ഇനീഷ്യൽ എനർജി ലെവൽ ഇൻഫിനിറ്റി ആണെങ്കിൽ പിന്നെ എങ്ങനെ? അപ്പോൾ 1/∞ മീൻസ് ഇനീഷ്യൽ എനർജി ലെവൽ ഇൻഫിനിറ്റി ആണെങ്കിൽ പിന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും. 1/∞. 1/∞ നമുക്ക് എങ്ങനെ എഴുതാം? 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ അതോ എങ്ങനെയാ അതിൻ്റെ ഇത് വരുന്നത്? നോട്ട് ഡിഫൈൻ. 1/∞ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മറ്റേ ട്രിഗ്നോമെട്രിക്കകത്ത് പഠിക്കുന്നതല്ലേ? 1/∞ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോ. 1/2 എത്ര? 1/2 എത്ര മോനെ? പറഞ്ഞിടാം. 1/2 0.5. 0.5 വരും ആണല്ലോ. 1/20 എത്ര വരുന്നേ? 20 0.05. 1/200 എത്ര വരും? 0.005. 1/2000 എത്ര വരും? 0 പിടിക്കേണ്ടി വരും. 1/2 lakh എത്ര വരും? 0.00000012345 ആണോ? 1/2 crore എത്ര വരും? ഒരു 0 ഒരു 1. 1/200 crore എത്ര വരും? 001 ആണോ? 1/2000 crore എത്ര വരും? 1 2 3 1 ആണോ? 1/20,000 crore എത്ര വരും? 1 2 3 4 5 5 ഇത് വന്നു ഇല്ലേ? അപ്പൊ നോക്കിയേ, ഇത് ഓൾമോസ്റ്റ് 0 ആയിട്ട് അടുത്തോണ്ടിരിക്കുമല്ലേ? അപ്പൊ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 0യുടെ തൊട്ടടുത്തുള്ള ഒരു കാര്യമായിരിക്കും 1/∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോജിക്കലി നോക്കിയാൽ മതി, മനസ്സിലായോ? ഓക്കെ. നിങ്ങൾ കഴിഞ്ഞ വർഷം ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇത് ചോദിക്കാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ അവിടെ ഓൾറെഡി 1/∞ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. മറ്റേ ഇതിൻ്റെ കോട്ടിൻ്റെ വാല്യൂവിനകത്ത് നമ്മൾ 1/∞ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ കുഴപ്പമില്ല. അത് ഇപ്പോൾ ഓക്കെ അല്ലോ, എൻ്റെ ലോജിക്ക് കിട്ടിയല്ലോ. സാർത്താക്കാമോ? പിന്നെന്താ
ക്രിസിനൊക്കെ മനസ്സിലായോ? ക്രിസിൻ മനസ്സിലായി സർ. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണേ മക്കളെ. ഇത് നല്ല പാടുള്ള ചാപ്റ്ററാണ്. ഒരു ക്ലാസ് പോലും ഒരു ക്ലാസ് കട്ട് ചെയ്താൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകൾ മനസ്സിലാകാൻ നല്ല സ്ട്രഗിൾ ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ലാസ്സുകൾ കട്ട് ചെയ്യാതിരിക്കുക. അർജുൻ ഇന്നലെ ക്ലാസ്സിൽ കയറിയില്ലല്ലോടാ, എന്താ പറ്റിയടാ? സ്ഥലം വരെ പോയാ സാറേ. എടാ ആ വീഡിയോ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിലെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തായിരിക്കും വീഡിയോസ് എല്ലാം വരുന്നത്. അത് കണ്ടിട്ട് നോട്ട് എഴുതിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് കയറാൻ ശ്രമിക്കുക കേട്ടോ. കേറാത്ത അല്ലെങ്കിൽ പാടായിരിക്കും കേട്ടോ. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ ഇന്ന്? ഉണ്ട്. അത് ഇന്നലത്തെ ക്ലാസ് ഇതിന്റെ ബേസ് എല്ലാം ഇന്നലെ പറഞ്ഞത്. അത് അങ്ങനെ കേറുക. ഓക്കെ. ഇനി നമുക്ക് ബോർ മോഡലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ഇത്ര ഓക്കെ ആണോ എന്ന് നോക്കി. ഇത്ര ഓക്കെ ആണോ എന്ന് നോക്കി. ഇനി പെട്ടെന്ന് തീരും കേട്ടോ ചാപ്റ്റർ. ഇനി നമുക്കൊരു 3 ക്ലാസ്സും കൂടെ കാണത്തുള്ളൂ. 3 ക്ലാസ്സും കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. 3 ക്ലാസ്സും കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വലിയ കാര്യം കുഞ്ഞുങ്ങളെ. എന്നാ പിന്നെ എഴുതിയെടുത്തെങ്കിൽ ഇങ്ങനെ നിർത്താമേ. ആര്യലക്ഷ്മി